വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നിരവധി ഇടപെടലുകൾ നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ജൂലൈ മാസം 31-ാം തീയതി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങളവിടെ നടത്തിയൊരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീട് നിർമ്മിക്കാനാവശ്യമായ പണം സമാഹരിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 25 വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് 100 വീട് നിർമ്മിക്കാനാവശ്യമായ പണം സമാഹരിക്കുകയും ആ 100 വീട് നിർമ്മിക്കാനാവശ്യമായ സർക്കാർ ചൂണ്ടിക്കാണിച്ച സർക്കാർ ഓർഡർ പ്രകാരം ഒരു വീടിന് 20 ലക്ഷം എന്ന കണക്ക് വെച്ച് 20 കോടി രൂപ സർക്കാർ നിർദ്ദേശിച്ച അക്കൗണ്ടിൽ ഞങ്ങൾ നിക്ഷേപിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദിവസമായി ഡിവൈഎഫ്ഐ ഈ പണം സർക്കാർ നൽകിയിട്ടില്ല എന്ന ആക്ഷേപവുമായി ഈ കനകോലു UDF ലീഗ് കോൺഗ്രസ് സൈബർ സംഘങ്ങൾ വ്യാപകമായ കള്ളപ്രചരണം അഴിച്ചുവിടുകയാണ്. ആ കള്ളപ്രചരണം അങ്ങനെ തന്നെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ നിലയിൽ നുണപ്രചരണം പാടുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വ നിലയിൽപ്പെട്ട ആളുകൾ ആലോചിക്കണം. അപ്പോൾ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഡിവൈഎഫ്ഐ അന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുള്ള ചെക്കിൽ CMDRF എന്നാണ് രേഖപ്പെടുത്തിയത്. CMDRFിൽ അങ്ങനെ പണം കൊടുത്തിട്ടേ ഇല്ല എന്നാണ്. വസ്തുത എന്താണെന്ന് വെച്ചാൽ സാധാരണ നിലയിൽ ഇത്തരം പണമെല്ലാം CMDRF വഴിയാണ് നമ്മൾ കൊടുക്കുക. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനകളെ വ്യക്തികളെയെല്ലാം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു ചേർത്തു. അങ്ങനെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി, കൽപ്പറ്റ MLA സിദ്ദിഖ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഈ വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ടൗൺഷിപ്പ് നമ്മുടെ രാജ്യത്ത് തന്നെ സമാനതകളില്ലാത്ത നിലയിൽ ഉണ്ടായ ഒരു ദുരന്തം എങ്ങനെയാണ് അതിജീവിക്കുക, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തുക എന്നതിൻ്റെ ഒരു കേരള മോഡൽ എന്ന സങ്കല്പത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി അന്ന് അവിടെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അതൊരു പ്രത്യേക പ്രൊജക്റ്റായിട്ടാണ് അവിടെ പ്രഖ്യാപിച്ചത്. ആ പ്രൊജക്റ്റ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ സമീപിക്കുമെന്നും അപ്പോൾ അവരുമായി ആശയവിനിമയം നടത്തി അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം പണം കൈമാറണം എന്നുമാണ് ഞങ്ങളെ അറിയിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ CMDRF എന്ന് രേഖപ്പെടുത്തിയിട്ട് ഒരു ചെക്ക് അതിൻ്റെ ഒരു രൂപ നമ്മൾ പ്രതീകാത്മകമായി കൈമാറിയിരുന്നു. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നിർദ്ദേശാനുസരണമാണ് വയനാട്ടിലെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രത്യേക പ്രൊജക്റ്റിൻ്റെ ഭാഗമായി എടുത്ത അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം കൈമാറിയത്. അപ്പോൾ ആ പണം കൈമാറിയതിൻ്റെ വിശദമായ രേഖകൾ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ വ്യാജമായ ഒരു പ്രതീതി ഉണ്ടാക്കി ഞങ്ങൾക്കെതിരായി വലിയ ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത്, ഇങ്ങനെ കള്ളം പറയുന്നതിന് പകരം നിങ്ങൾക്കൊരു 10 രൂപയുടെ വിവരാവകാശം 10 രൂപ ചെലവഴിച്ച് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മറുപടി കിട്ടുമല്ലോ. ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ പ്രത്യേകിച്ച് VD സതീശനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങളിങ്ങനെ ഈ അനുയായികളെ വിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പും വഴി ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ധൈര്യമുണ്ടെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഡിവൈഎഫ്ഐക്കെതിരെ നിങ്ങൾ അനുയായികളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ ഈ നിലയിലുള്ള ഒളിയുദ്ധത്തിന് പകരം നേരെ വന്ന് ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തിൽ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ വ്യാജമായ നിലയിൽ ആരോപണങ്ങൾ സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള കനകോലുവിൻ്റെ തന്ത്രമാണ്. ആ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ല. അതിശക്തമായ നിലയിൽ ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇത്തരം ക്യാമ്പയിനുമായി മുന്നോട്ട് വരും. പിന്നെ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ അതങ്ങ് സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. എന്താ അവരുടെ വേദന? കാരണം ജനങ്ങളിപ്പോൾ ചോദിക്കുകയാണല്ല, ഡിവൈഎഫ്ഐക്കാർ പണം കൊടുത്തല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച 30 വീട് എവിടെ, പണം എവിടെ, അക്കൗണ്ടിൽ കാശുണ്ടോ
എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല. KPCCയുടെ ആപ്പ് എവിടെ എന്ന ചോദ്യം മുഴങ്ങിക്കേൾക്കുന്നു. ആപ്പിന് ഉത്തരമില്ല. ആപ്പ് വഴി പിരിക്കുമ്പോൾ അവർ പറഞ്ഞ 100 വീടായിരുന്നു. എന്നാൽ ഇപ്പോൾ തറക്കല്ലിട്ട വീടിൻ്റെ രൂപരേഖയൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് 30-40 വീടേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാട് ഉയരുകയാണ്. നിങ്ങൾ ഈ 40 വീട് ആർക്കാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുക? ആ ചോദ്യം ഉയരുന്നു. അതിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എത്ര പണമാണ് ആകെ പിരിച്ചത്? ആപ്പ് കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഇപ്പോൾ കിട്ടിയോ? ഇങ്ങനെയെല്ലാമുള്ള നിരവധി ചോദ്യങ്ങൾ ആ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അങ്ങേയറ്റത്തെ വിഷമത്തോടു കൂടി നിൽക്കുന്ന കോൺഗ്രസ്, കാരണം തെരഞ്ഞെടുപ്പായിട്ടും ഈ കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം അണികളാകെ അസംതൃപ്തരാണ്. ആ അസംതൃപ്തരായിട്ടുള്ള അണികളെ താൽക്കാലികമായി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് DYFയുടെ മേക്കിട്ട് കയറണ്ട എന്നാണ് സതീശനോടും കുട്ടനോടും ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇത് തെറ്റായ രീതിയാണ്. ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഈ നിലയിലുള്ള മാതൃകാ പ്രവർത്തനം നടത്തിയിട്ടുള്ള DYFയെ അപമാനിക്കാൻ വന്നാൽ ആ നിലയിൽ തന്നെയുള്ള പ്രതികരണം ഉണ്ടാവും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.